വാർത്തയിലേക്കാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ താൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ. ജാമ്യ ഹർജിയിലാണ് പത്മകുമാർ വാദം ഉന്നയിച്ചത്. ബോർഡിന്റെ തെറ്റ് പറ്റിയാൽ താൻ മാത്രമല്ല പ്രതി, അംഗങ്ങൾ അറിയാതെ തനിച്ച് തീരുമാനമുണ്ടാവില്ല. തീരുമാനങ്ങൾക്ക് കൂട്ടുത്തരവാദിത്തം ഉദ്യോഗസ്ഥർ പിച്ചള എന്ന് എഴുതിയത് താൻ തിരുത്തി ചെമ്പെന്ന് തിരുത്തുക മാത്രമാണ് ചെയ്തതെന്നും പത്മകുമാർ ജാമ്യ ഹർജിയിൽ ഉന്നയിച്ചു. ശബരിമല സ്വർണ്ണ കവർച്ച കേസിലാണ് താൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്ന ഒരു ചോദ്യം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഉന്നയിക്കുന്നത്. ജാമ്യ ഹർജിയിലാണ് ഇത്തരത്തിൽ പത്മകുമാർ വാദം ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു പത്മകുമാർ ജാമ്യം ആവശ്യപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകിയത്. നാളെയായിരിക്കും കോടതി അത് പരിഗണിക്കുക. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പത്മകുമാർ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ താൻ മാത്രം എങ്ങനെ പ്രതിയാകും എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നത്. ബോർഡിന് തെറ്റുപറ്റിയാൽ താൻ മാത്രമല്ല പ്രതി, അംഗങ്ങൾ അറിയാതെ തനിച്ച് തീരുമാനമുണ്ടാവില്ല എന്നാണ് പത്മകുമാർ ചോദിക്കുന്നത്. തീരുമാനങ്ങൾക്ക് കൂട്ടുത്തരവാദിത്തമുണ്ട് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഉദ്യോഗസ്ഥർ പിച്ചള എന്ന എഴുതി അത് താൻ തിരുത്തുകയാണ് ചെയ്തതെന്നാണ് പത്മകുമാർ വ്യക്തമാക്കുന്നത്. ചെമ്പത് തിരുത്തുക മാത്രമാണ് താൻ ചെയ്തതെന്നും പത്മകുമാർ ജാമ്യ ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് പത്മകുമാർ ഉള്ളത്. ഈ സാഹചര്യത്തിലായിരുന്നു ജാമ്യ ഹർജി നൽകിയത്. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. നാളെയായിരിക്കും കോടതി ജാമ്യ ഹർജി പരിഗണിക്കുക. അതിനുശേഷമായിരിക്കും എന്തായിരിക്കും തീരുമാനം, കോടതിയുടെ തീരുമാനം എന്നത് വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇപ്പോൾ താൻ മാത്രം എങ്ങനെ കുറ്റക്കാരനായി എന്നുള്ളൊരു ചോദ്യമാണ് പത്മകുമാർ ഉന്നയിക്കുന്നത്. അംഗങ്ങൾ അറിയാതെ ഒന്നും ഉണ്ടാകില്ല എന്നും അംഗങ്ങൾ പിച്ചള എന്ന ഉദ്യോഗസ്ഥർ പിച്ചള എന്ന് എഴുതിയത് താൻ തിരുത്തി ചെമ്പ് എന്ന് ആക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് പത്മകുമാർ ജാമ്യ ഹർജിയിൽ ഉന്നയിക്കുന്നത്. മുൻ BJP സംസ്ഥാന